കല്ലമ്പലത്ത് കരവാരത്ത് വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനം. പെൺസുഹൃത്തിനെ കളിയാക്കിയെന്ന് ആരോപിച്ച് സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ കൈക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിയുടെ കുടുംബം കല്ലമ്പലം പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? രുചിഷ്, തിരുവനന്തപുരം കല്ലമ്പലത്തെ കരവാരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. +2 വിദ്യാർത്ഥിക്കാണ് ക്രൂരമർദ്ദനമേറ്റിരിക്കുന്നത്. സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചാണ് തലക്കും കൈക്കും അടിയേറ്റിട്ടുള്ളത്. കുട്ടി രക്തം ഉൾപ്പെടെ ഛർദ്ദിച്ചിട്ടുണ്ടെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പക്ഷേ സ്കൂളിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് രക്ഷിതാക്കളെയോ പോലീസിലോ ഒന്നും വിവരം അറിയിക്കുകയോ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വിസമ്മതിക്കുന്ന അടക്കം സാഹചര്യം സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും കല്ലമ്പലം പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥി ആദ്യം വർക്കല താലൂക്ക് ആശുപത്രിയിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. അവിടെ നിന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വായിലൂടെ രക്തം വരികയും ഒപ്പം തന്നെ തലയുടെ ഭാഗത്തായിട്ട് നല്ല മർദ്ദനമേറ്റിട്ടുണ്ടെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. അക്രമ സംഭവം സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിയുടെ വീട്ടുകാരെ അറിയിക്കാത്തതിൽ വലിയ രോക്ഷത്തിലാണ് വീട്ടുകാരുള്ളത്. രുചീഷ്, അഞ്ജു, ഇപ്പോൾ ആ വിദ്യാർത്ഥിയുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതുകൂടി കണ്ടതിന് ശേഷം ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ ഇവൻ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് എന്ത് സംഭവം ചോദിച്ചിട്ട് വന്ന് ചീത്തയൊക്കെ വിളിച്ച് മെക്കിട്ട് കയറി. അപ്പോഴത്തേക്കും നോക്കാൻ പോക്കറ്റിൽ കരുത്തപ്പോ കയ്യിൽ ചെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഇടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ കൈയിട്ട് വന്നപ്പോ കയ്യിൽ പൊട്ടിലൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ ചെന്ന് ടീച്ചേഴ്സ് ആയാലും സ്കൂളിൽ നിന്നായാലും ഒന്നും പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല. ആരും പിടിച്ചു മാറ്റാൻ അതൊന്നും നിന്നില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന 2 കുട്ടികളെന്ന് പറഞ്ഞപ്പോഴാണ് അതും പിന്നെ ലേറ്റായിട്ടൊക്കെയാണ് വന്നത്. അങ്ങനത്തെ പ്രതികരണമാണ് സ്കൂളിൽ നിന്ന് കിട്ടിയത്. അഞ്ജു, ഏറ്റവും ഞെട്ടിക്കുന്നത് ഇത്രയും വലിയ അക്രമം നടന്നിട്ടും സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ വിളിച്ചറിയിച്ചില്ല എന്നാണോ അവരുടെ പരാതി? അതെ രുചീഷ്, അതായത് വലിയ തരത്തിൽ കുട്ടി ആക്രമിക്കപ്പെട്ടത് അതും സ്കൂളിൽ വെച്ചാണ്. അപ്പോൾ നമുക്കറിയാം, സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അധ്യാപകരാണ് അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടവർ. അവരത് നിസ്സാരവൽക്കരിച്ച രീതിയിൽ കണ്ടു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. കുട്ടി അടിയേറ്റ് ക്ലാസ് റൂമിൽ കുഴഞ്ഞു വീണു. ഇത് കണ്ട് സഹപാഠികൾ ഓടിച്ചെന്ന് പ്രിൻസിപ്പളിനോട് പറഞ്ഞു. പക്ഷേ അവർ വീട്ടുകാരെ അറിയിക്കാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒക്കെ താമസം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത്. വലിയ രീതിയിൽ കുട്ടിക്ക് മർദ്ദനമേറ്റു, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങൾ വലിയ രോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റിന്റെ മകനാണ് സഹപാഠി, മകൻ കൂടിയാണ് ഇത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും +2 വിദ്യാർത്ഥികൾ ഈ കൂടെ പഠിക്കുന്ന ഒരു പെൺസുഹൃത്തിനെ കളിയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ മർദ്ദനം ആരംഭിക്കുന്നത്. അത് സഹപാഠികൾ ആദ്യം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നീടാണ് കയ്യിൽ കിട്ടിയ സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടാകുകയും ചെയ്തത്. ശരി അഞ്ജു, എന്തായാലും തിരുവനന്തപുരം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനമേറ്റത്. എന്തായാലും ഈ സംഭവം ഉണ്ടായി ബന്ധുക്കളെ അറിയിക്കാൻ ഈ സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്ന പരാതി കൂടി ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. കൂടുതൽ